ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കല ആയുധമത്ത് എന്നതിന് ഉപരിയായി അപകടമായി മാറുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടേത്. ലോകത്തിൻ്റെ നെറുകയിലേക്കെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നടന്നു കയറുന്ന നമ്മുടെ കേരളത്തിനെ വല്ലാതെ കണ്ട് വക്രീകരിക്കുവാൻ ഉത്തരേന്ത്യയിലെ ചില ഗോസായിമാർ ഒരുക്കുന്ന ഒരു കലയുടെ പ്രദർശനം ആരംഭിക്കുവാൻ പോകുന്നു. 4 നാളുകൾ കഴിയുമ്പോൾ കേരള സ്റ്റോറി എന്ന പേരിലൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ അറിഞ്ഞു കാണും. പരസ്പരം വല്ലാതെ പ്രണയിച്ച് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ആർദ്രമായി ഒഴുകിയ ഒരു പുഴയുടെ അക്കരയ്ക്ക് തൻ്റെ കാമുകനെ വഴിക്കണ്ണുമായി കാത്തിരുന്ന പ്രണയിനിയുടെ പേര് കാഞ്ചനമാല എന്നാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന വരികളുടെ അർത്ഥം ഗ്രഹിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ആ ഇരുവഞ്ചിപ്പുഴയുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ ആ നിത്യകാമുകൻ്റെ പേര് മൊയ്തീൻ എന്നുമാണ്. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിശ്രവിവാഹിതരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയത്തിൻ്റെ കഥ കൂടിയാണ് കേരള സ്റ്റോറി. അതുമല്ലെങ്കിൽ കലയിലൂടെ, പാരസ്പര്യത്തിലൂടെ, ജാതിമത ചിന്തകൾക്ക് അതീതമായ മാനവികതയിലൂടെ പടർന്നു പോകുന്ന ഈ മരണത്തിലേക്ക് മടങ്ങിപ്പോയ തങ്ങളുടെ പിഞ്ചോമനയുടെ ജീവിതത്തിലെ ശേഷിക്കുന്ന അവയവങ്ങൾ ജാതിയും മതത്തിനും അപ്പുറത്ത് അന്യ മനുഷ്യരുടെ ജീവസന്ധാരണത്തിന് ഉതകുവാൻ പ്രവൃത്തിയെടുത്ത ആലിൻ എന്ന കുഞ്ഞു മകളുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തിൻ്റെ കഥയാണ് റിയൽ കേരള സ്റ്റോറി എന്ന് വെളിവാക്കുവാൻ കൂടിയുള്ളതാകണം നമ്മുടെ കലാനേരങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ.